CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ പരാജയം ഇടതുമുന്നണിക്കുണ്ടാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ CPM സംസ്ഥാന സമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അംഗീകരിച്ചുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തോൽവിയുടെ കാരണം പൊതുജനങ്ങൾക്കിടയിൽ തിരയാനും CPM തീരുമാനിച്ചു. അട്ടപ്പാടി പാടവയൽ ആനക്കട്ടി ഉന്നതിക്ക് സമീപം വനത്തിൽ മരത്തിന്റെ മുകളിൽ ബാരലിൽ സൂക്ഷിച്ചിരുന്ന വാഷ് എക്സൈസ് നശിപ്പിച്ചു. 200 ലിറ്ററുള്ള 2 പ്ലാസ്റ്റിക് ബാരലുകളിലായി 400 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തച്ചനാട്ടുകര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാരും സ്കൂൾ വിദ്യാർത്ഥികളും ഭീതിയിൽ. തെരുവുനായ മുന്നിൽ ചാടി പാലോട് ഭാഗത്തുണ്ടായ അപകടത്തിൽ ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തച്ചനാട്ടുകര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാരും സ്കൂൾ വിദ്യാർത്ഥികളും ഭീതിയിൽ. തെരുവുനായ മുന്നിൽ ചാടി പാലോട് ഭാഗത്തുണ്ടായ അപകടത്തിൽ ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തച്ചനാട്ടുകര സഹകരണ ബാങ്ക് ജീവനക്കാരനായ TP ബഷീറിനാണ് പരിക്കേറ്റത്. ബഷീർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് മുന്നിലേക്ക് തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ ചാടുകയായിരുന്നു. നിയന്ത്രണം വിട്ടുമറിഞ്ഞ ബൈക്കിൽ നിന്നും റോഡിലേക്ക് വീണ ഇദ്ദേഹം വൻ അപകടത്തിൽ നിന്നാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വീഴ്ചയുടെ ആഘാതത്തിൽ ശരീരത്തിൽ ഒട്ടനവധി മുറിവുകളേറ്റ ബഷീറിനെ നാട്ടുകാരാണ് ഉടൻ തന്നെ പാലോട്ടെ സ്വകാര്യ മെഡിക്കൽ സെന്ററിൽ എത്തിച്ചത്. നിലവിൽ ഇദ്ദേഹം ഇവിടെ ചികിത്സയിലാണ്. തച്ചനാട്ടുകര പഞ്ചായത്ത് പരിസരം, പാലോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നായ്ക്കൂട്ടങ്ങളാണ് ദിനംപ്രതി വിഹരിക്കുന്നത്. കാൽനടയാത്രക്കാർക്കും സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്കും ഇവ വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇതിനകം തന്നെ നിരവധി പേർക്ക് പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. നായ്ക്കൾ പിന്നാലെ ഓടിയതിനെ തുടർന്ന് ഭയന്നോടി വീണ് നിരവധി കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്തെ തെരുവുനായ ശല്യത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCN ചത്തല്ലൂർ. തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ പരാജയം ഇടതുമുന്നണിക്കുണ്ടാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ CPM സംസ്ഥാന സമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അംഗീകരിച്ചുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തോൽവിയുടെ കാരണം പൊതുജനങ്ങൾക്കിടയിൽ തിരയാനും CPM തീരുമാനിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി മാത്രമല്ല, അതോടൊപ്പം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളായും മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെയും ഒരു യോഗം സംസ്ഥാന വിപുലീകൃത യോഗം എന്ന നിലയിൽ ആഗസ്റ്റ് മാസം ചേർന്ന് ഭാവി പരിപാടികളെ സംബന്ധിച്ചെല്ലാം വളരെ ഗൗരവപൂർണമായ ഒരു പരിശോധന, അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിന്റെ സവിശേഷതകൾ കൂടി കണക്കിലെടുത്ത് ഇങ്ങനെ നമുക്ക് ഫലപ്രദമായി സംഘടനാ രാഷ്ട്രീയ ധാരണയോടെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ള കൃത്യമായ പരിപാടിയാണ് ആഗസ്റ്റ് മാസത്തോടുകൂടി ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രക്രിയയിൽ ഇതിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായി ജനങ്ങളുടെ ആകെ അഭിപ്രായം, ഇപ്പോൾ ഞങ്ങൾ പാർട്ടി ഘടകങ്ങളെയാണ് കേട്ടത്. നേരത്തെ പറഞ്ഞതുപോലെ അതിലുള്ള പാർട്ടി സഖാക്കളുടെ ചർച്ചയുമാണ് ഞങ്ങൾ കേട്ടത്. എല്ലാ ജനങ്ങളുടെയും, CPI മാത്രമല്ല, ഞങ്ങളുടെ അനുഭാവികൾ മാത്രമല്ല, അല്ലാത്തവർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്.
വാട്സപ്പ് നമ്പർ വഴിയും അതുപോലെ തന്നെ മെയിൽ വഴിയെല്ലാം എല്ലാവർക്കും പാർട്ടിയുടെ ഞാൻ ഈ പറഞ്ഞ ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എങ്ങനെ നമുക്ക് വിജയകരമായി നേരിടാം, കേരളത്തെ ഇനിയും ഫലപ്രദമായിട്ട് എങ്ങനെ അതിൻ്റെ സത്പാരമ്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് നയിക്കാം എന്നുള്ള കാര്യത്തിൽ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ നേടുക. പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും, മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു ജനാധിപത്യ രീതി ഞങ്ങൾ ഇതിലൂടെ കൈകാര്യം ചെയ്യാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വലിയ തിരിച്ചടിയാണ് LDFനുണ്ടായത് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ആ കാര്യം തന്നെയാണ് റിവ്യൂവിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇങ്ങനെയുള്ളൊരു പരാജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നും മുൻകൂട്ടി മനസ്സിലാക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സ്വയം വിമർശനം ഞങ്ങൾ അംഗീകരിച്ചു. താഴെ നിലവാരം വരെ പരിശോധിച്ചപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നതാണ്. കേരളത്തിലെ സാമൂഹ്യ ജീവിതം എന്ന് പറയുന്നത് ആഗോള തലങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. ലോകത്ത് പൊതുവെ വലതുപക്ഷ സ്വാധീനം ശക്തിപ്പെട്ടു വന്നൊരു കാലാണ് ഇത്. ലോകമെന്ന് പറയുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയാണ്. ഈ വലതുപക്ഷ വൽക്കരണത്തിന്റെ, വലതുപക്ഷ സ്വാധീനത്തിന്റെ, ശക്തിയുടെ എല്ലാം സ്വാധീനം കേരളത്തിന്റെ ചിന്താമണ്ഡലത്തിലും ഉണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കേരളം ഒറ്റപ്പെട്ട ഒരു തുരുത്ത് പോലെ നിൽക്കുകയല്ല, ലോക സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ന്യൂസ് ഡെസ്ക് CCN. പാലക്കാട് നിന്നും കോങ്ങാട് ചെർപ്പുളശ്ശേരി വഴി പെരിന്തൽമണ്ണ ഭാഗത്തേക്കും തിരിച്ചുള്ള റൂട്ടിലും കൂടുതൽ KSRTC ബസ് സർവീസുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസിക്ക് നിവേദനം നൽകി. പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി ഭാഗങ്ങളിൽ നിന്നും പാലക്കാട്ടേക്കും തിരിച്ചും ദിവസേന ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് യാത്ര ചെയ്യുന്നത്. ഇതിൽ വലിയൊരു ശതമാനം സ്ത്രീകളും കുട്ടികളുമാണ്. നിലവിൽ ഇവർ പൂർണ്ണമായും സ്വകാര്യ ബസ് സർവീസുകളെയാണ് ആശ്രയിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഈ റൂട്ടിൽ യാത്രാക്ലേശം അതിരൂക്ഷമാണ്. പാലക്കാട് നിന്നും മണ്ണാർക്കാട് വഴി പെരിന്തൽമണ്ണയിലേക്കുള്ള ദൂരത്തേക്കാൾ ഏകദേശം 12 കിലോമീറ്റർ കുറവാണ് കോങ്ങാട് ചെർപ്പുളശ്ശേരി വഴിയുള്ള യാത്രയ്ക്കെന്നതും ഈ റൂട്ടിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ റൂട്ടിലെ കടുത്ത യാത്രാക്ലേശത്തിന് പരിഹാരമായി കൂടുതൽ KSRTC ബസ്സുകൾ അനുവദിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് അനുകൂല തീരുമാനം ഉണ്ടാക്കണമെന്ന് മന്ത്രി KA തുളസിക്ക് നൽകിയ നിവേദനത്തിൽ UDF കമ്മിറ്റി ആവശ്യപ്പെട്ടു. CCN ചെർപ്പുളശ്ശേരി. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഗാർഹിക LPG സിലിണ്ടറുകളുടെ എണ്ണം കുറച്ച് കേന്ദ്രം. ഒരു വർഷം ലഭിക്കുന്ന സബ്സിഡി സിലിണ്ടറുകൾ 9 നിന്ന് 4 കുറച്ചത്. 14.2 കിലോഗ്രാം ഗ്യാസ് സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് സബ്സിഡി എണ്ണം കുറച്ചത്. 300 രൂപയാണ് ഒരു സിലിണ്ടറിൽ കേന്ദ്രം സബ്സിഡിയായി നൽകുന്നത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗ്യാസിന് 700 രൂപയും പെട്രോളിന് 6 രൂപയും ഡീസലിന് 30 രൂപയും നഷ്ടത്തിലാണുള്ളതെന്നാണ് വിഷയത്തെ ന്യായീകരിച്ച് പെട്രോളിയം മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ M. ഖനൂജ പ്രതികരിച്ചത്. മാർക്കറ്റ് വിലയെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു സിലിണ്ടറിന് 700 രൂപ നിരക്കിൽ പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ തുടർന്നുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര LPG വില ഉയരുന്നതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നും റിപ്പോർട്ടുണ്ട്. പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിവരങ്ങൾ പ്രകാരം ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില ഇപ്പോൾ 1600 രൂപയ്ക്ക് മുകളിലാണ്. ന്യൂസ് ഡെസ്ക് CCN. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും.
കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മുതൽ സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ മഴ കുറയുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCN. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മുണ്ടൂർ പൊരിയാനിയിൽ ഓട്ടോറിക്ഷയും മിനി പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. മണ്ണാർക്കാട് ചങ്ങലേരി 1-ാം മൈലിലെ ഓട്ടോ ഡ്രൈവർ കോളശ്ശേരി ജബ്ബാറിനാണ് പരിക്കു പറ്റിയത്. സ്ഥലത്തെത്തിയ RTO വാഹനത്തിൽ പരിക്കുപറ്റിയയാളെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പ്രദേശത്ത് ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ടാണ് അപകടം ഉണ്ടായത്. CCN കോങ്ങാട്. അട്ടപ്പാടി പാടവയൽ ആനക്കട്ടി ഉന്നതിക്ക് സമീപം വനത്തിൽ മരത്തിന്റെ മുകളിൽ ബാരലിൽ സൂക്ഷിച്ചിരുന്ന വാഷ് എക്സൈസ് നശിപ്പിച്ചു. 200 ലിറ്ററുള്ള 2 പ്ലാസ്റ്റിക് ബാരലുകളിലായി 400 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. ആനക്കട്ടി ഉന്നതിക്ക് 1 കിലോമീറ്റർ അകലെ നീർച്ചോലയ്ക്ക് സമീപം മരത്തിലാണ് 200 ലിറ്ററുള്ള 2 പ്ലാസ്റ്റിക് ബാരലുകളിലായി 400 ലിറ്റർ വാഷ് ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ചിരുന്നത്. അകളി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C ശിവകുമാറും സംഘവുമാണ് വാഷ് കണ്ടെത്തി നശിപ്പിച്ചത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ K രംഗൻ, രജീഷ്, ഭോജൻ എന്നിവരാണ് വാഷ് കണ്ടെത്തി നശിപ്പിച്ചത്. CCN ചെറുപ്പുളശ്ശേരി. മഹിളാ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും VV പ്രകാശ് സ്മാരക ട്രസ്റ്റും സംയുക്തമായി നിർമ്മിച്ചു നൽകിയ ഏനുവിന് ഒരു സ്നേഹവീട് പദ്ധതിയുടെ താക്കോൽ കൈമാറ്റം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഞാൻ എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല കേരളത്തിൽ ഏത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുന്നത് മഹിളാ കോൺഗ്രസ് ഇന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ഏറ്റവും മാതൃകാപരമാണ്, ഏറ്റവും ശക്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രംഗത്തുൾപ്പെടെ മഹിളാ കോൺഗ്രസ് നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് പേരിന് മാത്രമായിരുന്ന മഹിളാ കോൺഗ്രസ് ഇന്ന് മണ്ഡലം തലങ്ങൾ ഉൾപ്പെടെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന കരുത്തുറ്റ ഒരു സംഘടനയായി ജബി മേത്തറുടെ നേതൃത്വത്തിൽ മാറാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കേരളം മുഴുവൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇവിടെ മഹിളാ കോൺഗ്രസ് ഷഹർബാന്റെ നേതൃത്വത്തിൽ ഒരു ഏനുവിന് ഒരു വീട് വെച്ചു കൊടുക്കുന്ന വലിയ സംരംഭം VV പ്രകാശ് സ്മാരക ട്രസ്റ്റും. ഈ സന്ദർഭത്തിൽ പ്രകാശിനെ സ്മരിക്കാതെ എനിക്ക് പോകാൻ കഴിയില്ല. ഒരുപാട് വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു VV പ്രകാശ്. 9 വർഷക്കാലത്തിലധികം യൂത്ത് കോൺഗ്രസിൽ ഒരേ കമ്മിറ്റിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചവരാണ്. ശ്രീ KC വേണുഗോപാൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 9 വർഷക്കാലത്തിലധികം ഒരേ കമ്മിറ്റിയിൽ ഞാനും പ്രകാശ് ഒരുമിച്ച് പ്രവർത്തിച്ചു. KSU രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു. വീടില്ലാത്തവർക്ക് കൂരയൊരുക്കുന്ന ഈ സ്നേഹപ്രവർത്തനം മാതൃകാപരമാണ്. എല്ലാ കുടുംബത്തിനും സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സർക്കാരും ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് മന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് JB മേത്തർ MP മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ഞളാംകുഴി അലി MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. DCC ജനറൽ സെക്രട്ടറി KS അനീഷ് പദ്ധതി വിശദീകരണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P ഷഹർബാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CB P രാധാകൃഷ്ണൻ, C സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തിരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ പരാജയം ഇടതുമുന്നണിക്കുണ്ടാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ CPM സംസ്ഥാന സമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അംഗീകരിച്ചുവെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തോൽവിയുടെ കാരണം പൊതുജനങ്ങൾക്കിടയിൽ തിരയാനും CPM തീരുമാനിച്ചു. അട്ടപ്പാടി പാടവയൽ ആനക്കട്ടി ഉന്നതിക്ക് സമീപം വനത്തിൽ മരത്തിന്റെ മുകളിൽ ബാരലിൽ സൂക്ഷിച്ചിരുന്ന വാഷ് എക്സൈസ് നശിപ്പിച്ചു. 200 ലിറ്ററുള്ള 2 പ്ലാസ്റ്റിക് ബാരലുകളിലായി 400 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലവിലുള്ളത്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പച്ചനാട്ടുകര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാരും സ്കൂൾ വിദ്യാർത്ഥികളും ഭീതിയിൽ. തെരുവുനായ മുന്നിൽ ചാടി പാലോട് ഭാഗത്തുണ്ടായ അപകടത്തിൽ ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.